ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കറാച്ചി ഹൽവ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ കുറഞ്ഞ സമയം തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിലേക്ക് ഫുഡ് കളർ കൂടി ആഡ് ചെയ്യണം. ഞാനിവിടെ യെല്ലോ ഫുഡ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ഫുഡ് കളറും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെക്കണം. ആവശ്യമെങ്കിൽ അല്പം കൂടി ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനു വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ കോൺഫ്ലവർ എടുത്തിരിക്കുന്ന അതേ കപ്പിൽ തന്നെ പഞ്ചസാരയും എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. നമ്മുടെ ഷുഗർ കംപ്ലീറ്റ്ലി മെൽറ്റ് ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഷുഗർ കംപ്ലീറ്റ്ലി മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ വെള്ളത്തിൽ നല്ലവണ്ണം ഡിസോൾവ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കോൺഫ്ലവർ മിക്സ് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അതുകൊണ്ട് നമുക്കിത് കണ്ടിന്യൂസ് ആയി ഇളക്കിക്കൊണ്ടേയിരിക്കണം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണിത്. ഇപ്പോൾ നമ്മുടെ ഹൽവ മിക്സ് നല്ല തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുക്കാം. വീണ്ടും നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ നെയ്യ് നമ്മുടെ ഹലുവ മിക്സിൽ നല്ലവണ്ണം മിക്സായി വരണം. നമ്മുടെ ഹൽവ നല്ല ക്രിസ്റ്റൽ രൂപത്തിലാവുന്നത് വരെ നമുക്ക് ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കോൺഫ്ലവർ മിക്സിൽ നമ്മുടെ നെയ്യ് നല്ലവണ്ണം കമ്പൈൻ ചെയ്ത് ഒരു ക്രിസ്റ്റൽ രൂപത്തിലാകുമ്പോൾ നമ്മുടെ ഹൽവ തയ്യാറായി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഹൽവ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ലവണ്ണം പാനിൽ നിന്ന് വിട്ടുവരുന്നതായി കാണാം. നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ചൂടോടുകൂടി തന്നെ നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ പാനിൽ കിടന്ന് ഹൽവ സെറ്റായി പോകും. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കണ്ടെയ്നറിലോട്ട് മാറ്റാം. നമുക്കിത് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിന്റെ മുകളിലേക്കായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിസ്താഷ്യോ ആൽമണ്ട്സോ സ്പ്രെഡ് ചെയ്യാം. ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി 2 മണിക്കൂറോളം സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹൽവ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.